നമസ്കാരം. അറബി ന്യൂസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് ദുബായിൽ സമാപനമായിരിക്കുകയാണ്. ലോകം കാത്തിരുന്ന ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയാണ് COP28 സമാപിച്ചത്. ആ കാഴ്ചകളിലൂടെയാണ് ഇത്തവണത്തെ അറബി ന്യൂസ് വീക്ക് ആരംഭിക്കുന്നത്. ലോകം ദുബായിൽ വെച്ച് ചരിത്രമെഴുതുന്ന കാഴ്ചയാണ് കാലാവസ്ഥാ ഉച്ചകോടിയിൽ കണ്ടത്. കാലാവസ്ഥാ മാറ്റത്തിനെതിരെ ഭൂമിയുടെയും മനുഷ്യരാശിയുടെയും നല്ല നാളേക്കായി ലോകം മുഴുവൻ ദുബായിൽ വെച്ച് കൈകോർക്കുന്ന അപൂർവ കാഴ്ച സമ്മാനിച്ചാണ് കാലാവസ്ഥാ ഉച്ചകോടി സമാപിച്ചത്. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള പരിവർത്തനമെന്ന പ്രമേയത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. 2015 പാരീസ് ഉടമ്പടിക്ക് ശേഷം ഏറ്റവും സുപ്രധാനമായ കരാറാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാടകീയമായ നിരവധി മുഹൂർത്തങ്ങൾക്കൊടുവിലാണ് ചരിത്രപരമായ ഈ തീരുമാനം വന്നത്. ഉച്ചകോടി അവസാനിക്കേണ്ട നിശ്ചിത സമയം കഴിഞ്ഞ് രാത്രി വൈകിയും ചർച്ചകൾ തുടരുകയായിരുന്നു. അവസാനം പിറ്റേ ദിവസം പുലർച്ചെ 3 മണിയോടെയാണ് കരട് തയ്യാറായത്. പിന്നീട് രാവിലെ 198 രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും ഒരേ മനസ്സോടെ പ്രമേയം അംഗീകരിച്ചു. കോപ്പിന്റെ 28 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫോസിൽ ഇന്ധനം പടിപടിയായി കുറയ്ക്കുന്ന കാര്യത്തിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ തീരുമാനമായത്. 2050 അന്തരീക്ഷ മലിനീകരണം 0 എത്തിക്കുകയാണ് ലക്ഷ്യം. അസാധ്യമെന്ന് പലരും വിധിയെഴുതിയ തീരുമാനമാണ് നടപ്പാക്കിയതെന്നും ഇത്തവണ ഇതുവരെയുള്ള കാലാവസ്ഥാ ഉച്ചകോടികളുടെ ചരിത്രത്തിൽ വ്യത്യസ്തമായ ഒന്നായിരിക്കും ദുബായിൽ അരങ്ങേറുന്നതെന്ന് ആദ്യ ദിവസം തന്നെ താൻ ഉറപ്പു നൽകിയിരുന്നുവെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിന് ദുബായിൽ നടപ്പാക്കിയിരിക്കുന്ന പരിഹാരങ്ങൾ പുതിയ സാമ്പത്തിക യുഗത്തിന് ചാലകങ്ങളായി മാറുമെന്നും ഡോക്ടർ അൽ ജാബിർ പറഞ്ഞു. And we delivered world first after world first. A global goal to triple renewable energy and double energy efficiency. Declarations on agriculture, declarations on food, declarations on health, and for the first time to deliver on methane and emissions. And we have language on fossil fuel in our final agreement for the first time ever. മനുഷ്യചരിത്രത്തിന്റെ ഗതിവേഗം നിർണയിച്ച ഫോസിൽ ഇന്ധനങ്ങളുടെ അവസാനത്തിന് തുടക്കമാണിതെന്ന് ഈ സമയത്തെ വിദഗ്ധർ പലരും വിലയിരുത്തി. ഫോസിൽ ഇന്ധനം കുറച്ചുകൊണ്ടുവരാനുള്ള പ്രഖ്യാപനം അടക്കം ഉൾക്കൊള്ളുന്ന രേഖ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചത് ആ നിമിഷത്തിലായിരുന്നു. അതേസമയം ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം ഇല്ലാതാക്കണമെന്ന ചർച്ചകൾക്ക് ഉച്ചകോടിയിൽ ഇടം പിടിച്ചത് ചരിത്രപരമാണെങ്കിലും വികസ്വര രാജ്യങ്ങൾക്കും കൽക്കരി ഉപഭോക്താക്കൾക്കും വാതക കയറ്റുമതിക്കാർക്കും ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതായത് ഫോസിൽ ഇന്ധന വ്യവസായം ഭാവിയിലും ശക്തമായി നിലനിൽക്കും എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്ന് $8,300 കോടി ധനസമാഹരണം ഉൾപ്പെടെ നിരവധി മറ്റ് നേട്ടങ്ങളും ഉച്ചകോടിയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്കായി UAE $3,000 കോടി കാറ്റലിറ്റിക് ഫണ്ട് ആരംഭിച്ചു. ദുർബല രാജ്യങ്ങളെ സഹായിക്കാൻ $20 കോടി ജലക്ഷാമം പരിഹരിക്കുന്നതിന് $15 കോടി UAE തന്നെ പ്രഖ്യാപിച്ചു. ഇങ്ങനെ 2 ആഴ്ച ലോകം മുഴുവൻ ദുബായിലേക്ക് ഉറ്റുനോക്കിയ മേളയ്ക്കാണ് സമാപനമായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉച്ചകോടിയിലെ ഗ്രീൻ സോണിലേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു കണ്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഗ്രീൻ സോൺ സന്ദർശിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഒരുക്കി ഉച്ചകോടിയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ജനകീയ പങ്കാളിത്തമുണ്ടായ സമ്മേളനം എന്ന നിലയിൽ കൂടി ദുബായിൽ അരങ്ങേറിയ COP28 ഉച്ചകോടി അറിയപ്പെടും. We have worked very hard to secure a better future for our people and our planet. We should be proud
of our achievement. An enhanced, balanced, but make no mistake, historic package to accelerate climate action. It is the UAE consensus. 14 days of continuous engagement with my colleagues gives me a new hope, the hope that we can still make this planet a better place for our generations to come. In the critical moments, all of us, no matter if we come from Germany, from Samoa, from the Marshall Islands, from Colombia, from Taiwan, we thought at one moment of our family. What would they ask us when we come home? Multilateralism has actually come together and people have taken individual interests and attempted to define the common good. That is hard. For the first time, humanity is coming together in its diversity to agree on a managed transition away from the one resource which has enabled so much development. This is the first time that we have perhaps come out of our respective comfort zones and tried to look at the bigger picture. Coming to Dubai a few days ago, we found an atmosphere of love, one where people wanted to discuss honestly, with respect. Consultation were deep. Indeed, everybody wanted to succeed. This is a very relevant and positive step forward, and we are very happy to take this step forward with you all. You promised a strong result, and today we are delivering a strong result. And the United Arab Emirates is rightly proud of its role in helping you to move this forward. Everyone united, everyone acted, and everyone delivered. ജൈവ കൃഷിരീതികളുടെ പ്രാധാന്യം വെളിവാക്കുന്ന ഓർഗാനിക് ആൻഡ് നാച്ചുറൽ എക്സ്പോയ്ക്ക് ദുബായിൽ സമാപനമായിരിക്കുകയാണ്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന മേളയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. പൂർണ്ണമായും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതക്രമത്തിന്റെ പ്രാധാന്യവും പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ സാധ്യതകളെയും പൂർണ്ണമായും വെളിവാക്കുന്നതായിരുന്നു ഇത്തവണ നടന്ന ജൈവ പ്രകൃതിദത്ത ഉൽപ്പന്ന പ്രദർശനം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലായിരുന്നു മേള നടന്നത്. മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ മേളയിൽ ജൈവ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെ അതിശയിപ്പിക്കുന്ന ശേഖരമായിരുന്നു ഒരുക്കിയിരുന്നത്. കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ രക്ഷാകർതൃത്വത്തിൽ ആരംഭിച്ച മേള ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ ദാവൂദ് അബ്ദുറഹ്മാൻ അൽ ഹജ്രി ഉദ്ഘാടനം ചെയ്തു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ജൈവ ഭക്ഷ്യപദാർത്ഥങ്ങൾ, പഴം, പച്ചക്കറികൾ, പാനീയങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങി തനത് കരകൗശല വസ്തുക്കൾ വരെ പ്രദർശകർ അവതരിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ഭക്ഷണം, പാനീയം, സൗന്ദര്യം, ആരോഗ്യം, പരിസ്ഥിതി എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരുന്നു ഭൂരിഭാഗം പവലിയനുകളും. കഴിഞ്ഞ 21 വർഷമായി തുടരുന്ന എക്സ്പോയിൽ ഇത്തവണ സൂപ്പർ ഫുഡ് പവലിയൻ, ഇന്റർഗ്രീഡിയന്റ് സെക്ഷൻ, ഫ്രഷ് ആൻഡ് പെരിഫറബിൾസ് കോർണർ, ഡേറ്റ്സ് പവലിയൻ എന്നിവയും ഒരുക്കിയിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് 21ാമത് എഡീഷനാണ് മിഡിൽ ഈസ്റ്റ് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ പ്രോഡക്റ്റ് എക്സ്പോയുടെ. ഇവിടെ ഇപ്പം നമുക്ക് ഇപ്രാവശ്യം എക്സിബിറ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് സപ്ലയേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് 63 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പം നമുക്കിവിടെ ഉള്ളത്. അതുപോലെ 17 കൺട്രി പവലിയൻസ്, അതായത് നാഷണൽ പവലിയൻസ് ആണിപ്പോൾ ഷോയിലുള്ളത്. നമുക്ക് എക്സിബിറ്റേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 5 ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നിന്നാണ് എക്സിബിറ്റേഴ്സ് നമുക്കുള്ളത്. മെയിനായിട്ടുള്ളത് ഫുഡ് ആൻഡ് ബിവറേജ്, സെക്കൻഡായിട്ടുള്ളത് ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ്, തേർഡ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ്, പിന്നുള്ള അഗ്രികൾച്ചർ, എൻവയൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രോഡക്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ 5 സെക്ടറിൽ നിന്നാണുള്ളത്. ഈ 5 സെക്ടറിൽ തന്നെ പിന്നെയും ഇതിനകത്ത് പല സെക്ടേഴ്സ് ഉണ്ട്. സ്പെഷ്യാലിറ്റി സെക്ടേഴ്സ്, സ്പെഷ്യാലിറ്റി ടീ ആൻഡ് കോഫി ഉണ്ട്, ഫാമിംഗ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ അങ്ങനെ പല സെക്ടറിലായിട്ടുള്ള എക്സിബിറ്റേഴ്സും ആണ് ഷോയിലുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 22% ഗ്രോത്താണ് ഷോയ്ക്കുള്ളത്. അത് ബോത്ത് ഇൻ ടേംസ് ഓഫ് എക്സിബിറ്റേഴ്സും ഇൻ ടേംസ് ഓഫ് കൺട്രീസും. അപ്പോൾ അതാണ് ഇപ്രാവശ്യത്തെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫാമിംഗ് ടെക്നോളജി, ഇത് രണ്ടുമാണ് ഇപ്രാവശ്യത്തെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്.
പ്യുവർലി ബിക്കോസ് ഈ രണ്ട് സെക്ടേഴ്സിന് ഇവിടെ ഡിമാൻഡ് കൂടുതലുണ്ട്. ഇവിടെ അപ്പോൾ ഈ ഫ്രഷ് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും പെരിഷബിൾ ഐറ്റംസ് ആണെങ്കിലും there is big demand and probably this is a sourcing point for അതിപ്പോൾ റീറ്റെയിലേഴ്സിനാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണെങ്കിലും ഹോൾസെയിലേഴ്സിനാണെങ്കിലും നമ്മളുടെ മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാർ ഇവിടെ വന്നാണ് സോഴ്സ് ചെയ്യുന്നത്. ഓരോ രാജ്യങ്ങളും അവരുടെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളാണ് ലോകത്തിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷയും സുസ്ഥിരതയും കൈവരിക്കാനുള്ള ലക്ഷ്യത്തിനനുസരിച്ച് മുന്നോട്ടു പോകുന്ന സർക്കാർ നയത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് എക്സ്പോ എന്നും മേളയുടെ വലിപ്പം ഇരട്ടിയായതും പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 146% വർദ്ധിച്ചതും ഇതിന്റെ ഫലമാണെന്നും അധികൃതർ പറഞ്ഞു. അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയും റീജിയണൽ ഗവൺമെൻറ്റിൻ്റെയും ദെയർ വിഷൻ ടുവേർഡ്സ് അച്ചീവിങ് സസ്റ്റൈനബിലിറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ ഈ രണ്ട് എലമെൻ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഇവൻറ്റ് നടക്കുന്നതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ക്ലിയർലി ഷോസ് ദ വിഷൻ ഓഫ് ദ ലോക്കൽ ഗവൺമെൻറ്റ്സ്. റഷ്യ, സ്പെയിൻ, അർമേനിയ, ജോർജിയ, തായ്ലൻഡ്, ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലേറെ പ്രദർശകർ ഇത്തവണ വ്യത്യസ്തമായ രീതിയിലാണ് പ്രദർശനത്തിനെത്തിയത്. ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും പ്രധാന ഉൽപ്പാദകരായ ഗ്രീസ്, തുർക്കി, പോളണ്ട്, യുക്രൈൻ, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രദർശകരും ഇത്തവണ എത്തിയിരുന്നു. മേഖലയിൽ ആവശ്യക്കാർ ഏറെയുള്ള ജൈവ തേയില, കോഫി എന്നിവയുടെ പ്രത്യേക പവലിയനുകളും മേളയിൽ സന്ദർശകരെ വലിയ തോതിലാണ് ആകർഷിച്ചത്. യുഎയിലും മറ്റ് മേഖലകളിലും പ്രകൃതിദത്തവും വൃത്തിയുള്ളതുമായ ഉൽപ്പന്നങ്ങളുടെ സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനുകൂല്യങ്ങൾ, വരുമാന വർധനവ്, പാരിസ്ഥിതിക ആശങ്കകളിലെ വളർച്ച എന്നിവയെക്കുറിച്ചുള്ള അവബോധ വർധനവാണ് ഇതിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. അതിനാൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റാളുകൾ സന്ദർശിക്കാനെത്തുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ആക്ച്വലി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാങ്കിൻസൻസ് റേസിൻസ് ആണ്. റേസിൻസ് ഉണ്ട്, ഗംസ് ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് നമുക്ക് എസെൻഷ്യൽ ഓയിൽസ്, ഹെയർ ഓയിൽ, സ്കിൻ ഓയിൽ, പിന്നെ മസാജ് ഓയിൽ, ഇതെല്ലാം നമുക്ക് വരുന്നുണ്ട്. സോ നമ്മൾ ഈ ഫ്രാങ്കിൻസൻസ് നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മുടെ കുന്തിരിക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ പള്ളിയിൽ കത്തിക്കാറുണ്ട്. അല്ലാണ്ട് നമുക്കിത് നമ്മൾ സ്പിരിച്വൽ യൂസിനാണ് നമ്മൾ കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നുള്ളത്. സോ യു ക്യാൻ ബേൺ ഇറ്റ്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ചൂ ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആക്ച്വലി ഇറ്റ്സ് എ വെരി ഗുഡ്. കാര്യം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊമാലിയിൽ നിന്ന് നമുക്ക് ഇത്രയും സർട്ടിഫിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും അതില്ല അത്രയും സർട്ടിഫിക്കേഷൻസ്. അപ്പം നമുക്ക് അതുകൊണ്ട് ഹൈ ഡിമാൻഡ് ഉണ്ട്. വീണ്ടും ഒരു ലോക എക്സ്പോ ഒരു അറബ് രാജ്യത്തേക്ക് എത്തുകയാണ്. എക്സ്പോ 2030 സൗദി അറേബ്യയിൽ നടക്കും. ആ പ്രഖ്യാപനം പോയ വാരം ഉണ്ടായി. ആ കാഴ്ചകളിലേക്കാണ് ഇനി കടക്കുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുന്ന നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ്. 2027 ഏഷ്യൻ കപ്പ് മത്സരങ്ങളുടെ വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് റിയാദ് നഗരത്തിന്റെ രാശി തെളിഞ്ഞത്. കഴിഞ്ഞ വർഷമാണ് ഏഷ്യൻ കപ്പ് മത്സരവേദിയായി റിയാദ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കമായ ലോകകപ്പ് 2034 മത്സരവേദിയായി കഴിഞ്ഞ മാസമാണ് റിയാദ് നഗരം തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. സൗദിയിൽ ആവേശ കൊടുങ്കാറ്റായി വീശിയ പ്രഖ്യാപനത്തിന്റെ അലയൊലികൾ കെട്ടടങ്ങും മുൻപാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യമേളയായ 2030 എക്സ്പോ പ്രദർശനത്തിനും റിയാദ് വേദിയാകുമെന്ന് സംഘാടകരായ ബ്യൂറോ ഇന്റർനാഷണൽ സെഡ് എക്സ്പോസിഷൻസിന്റെ 173ാമത് ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത്.
80 രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന വോട്ടെടുപ്പിൽ റിയാദിന് പുറമെ കൊറിയയിലെ ബുസാൻ, ഇറ്റലിയിലെ റോം എന്നീ നഗരങ്ങളാണ് പ്രദർശനം നടത്താൻ മത്സരരംഗത്തുണ്ടായിരുന്നത്. ഒരു രാജ്യത്തിന് ഒരു വോട്ട് എന്ന രീതിയിൽ എക്സ്പോ അംഗരാജ്യങ്ങൾ ഓൺലൈൻ വോട്ടിംഗിലൂടെയാണ് എക്സ്പോയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരത്തെ തിരഞ്ഞെടുത്തത്. 119 രാജ്യങ്ങൾ സൗദി അറേബ്യയ്ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഇതോടെ ലോകത്തിലെ മുൻനിര നഗരങ്ങളിൽ മാത്രം നടത്തിവന്നിരുന്ന എക്സ്പോ പ്രദർശനത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള നിയോഗം റിയാദിന് വന്നുചേർന്നു. ഒക്ടോബർ 1 മുതൽ 2031 മാർച്ച് വരെയാണ് എക്സ്പോ പ്രദർശനം നടക്കുന്നത്. ഇത്തരമൊരു ആഗോള വാണിജ്യ പ്രദർശനം റിയാദിലെത്തിക്കാൻ കഴിഞ്ഞത് രാജ്യത്തിനും അതിന്റെ ഭരണാധികാരികൾക്കും ഏറ്റവും അഭിമാനകരമായ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. വർഷങ്ങളായി ഇതിനായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെയും മികവുറ്റ ആസൂത്രണത്തിന്റെയും ഫലമാണ് രാജ്യം കൈവരിച്ച ഈ നേട്ടം. 2030 എക്സ്പോയിൽ 12 കോടി സന്ദർശകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കാൻ $780 കോടി ബജറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. പവലിയൻ നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ, സാങ്കേതിക പിന്തുണ, യാത്ര മുതലായ മേഖലകളിൽ 100 രാജ്യങ്ങൾക്ക് സൗദി സഹായം അനുവദിക്കും. $34.3 കോടി പദ്ധതിയാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. എക്സ്പോയിൽ പങ്കെടുക്കാൻ പ്രത്യേക വീസ നൽകുവാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കുവാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. പരിസ്ഥിതി സംരക്ഷണവും ഹരിതോർജ്ജ ഉപഭോഗവും അടിസ്ഥാനമാക്കിയാണ് മേളയിലെ ഓരോ പവലിനുകളും കെട്ടി ഉയർത്തുന്നത്. സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് റിയാദ് എക്സ്പോയുടെ സംഘാടനം എന്നതും മറ്റൊരു സവിശേഷതയാണ്. രാജ്യത്ത് പരക്കെ തുറന്നു കിടക്കുന്ന നിക്ഷേപ സാധ്യതകൾക്കനുസൃതമായാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. എന്നതിനാൽ തന്നെ ഇവിടേക്ക് അവസരങ്ങൾ തേടുന്ന സ്ഥാപനങ്ങളുടെ രാജ്യാന്തര സംഗമ വേദിയായിരിക്കും റിയാദ് എക്സ്പോ. ഞങ്ങൾ സ്വപ്നം കാണുന്നു, നേടുന്നു എന്ന പ്രമേയത്തിലായിരുന്നു സൗദി കഴിഞ്ഞ ദിവസം ദേശീയ ദിനം ആഘോഷിച്ചത്. ഇതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക, വിനോദ മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളിലേക്ക് ലോകത്തിനെ ശ്രദ്ധയാകർഷിക്കുന്ന എക്സ്പോയുടെ ആതിഥേയത്വം വഹിക്കുന്നതിനുള്ള നിയോഗവും റിയാദിന് വന്നു ചേർന്നിരിക്കുന്നത്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.